പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെല്ലാം അനുഗ്രഹിക്കുന്ന അവിടുത്തെ വലിയ സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ, ഞങ്ങൾക്ക് വിജയം നൽകാൻ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാൻ അങ്ങ് തന്നെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് ഇടപെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ കർത്താവേ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനായിട്ട് അങ്ങയുടെ നാമത്തിൽ ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ അങ്ങ് വേർതിരിച്ചു വിളിച്ചിരിക്കുന്ന എന്നെയും കൂടെ പങ്കുചേരാൻ കൂട്ടിച്ചേർത്തിരിക്കുന്ന ഈ മക്കളെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. എല്ലാ അഭിഷേകത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനായി കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ, നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ വീടിനോടും നിങ്ങൾക്കുള്ള സകലതിനോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, സുഖാണല്ലോ എല്ലാവർക്കും? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. ക്രിസ്മസിന്റെ വാഗ്ദാനം എന്താണ്? ഇമ്മാനുവൽ, കർത്താവ് നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം, അനുഗ്രഹം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് മോശയെ പോലെ കർത്താവിനെ കൂടെ നിർത്തി കർത്താവിനോട് ചോദിച്ച് ഈ യുദ്ധം നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും കർത്താവ് പറഞ്ഞ പോലെ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. മാത്രമല്ല, നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ദൈവം ഇടപെടും. നമുക്ക് മോശയെ ഇന്ന് ധ്യാനിക്കാം. മോശ ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് പല സ്ഥലത്തും പല സമയത്തും പല കാര്യങ്ങൾക്കും വേണ്ടി ദൈവത്തോട് ഈ ജനത്തിനു വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. അവർക്ക് ഭക്ഷണമില്ല, അവർക്ക് മന്ന ഭക്ഷിച്ച് മന്ന തിന്ന് മടുത്തു. ആ സമയത്ത് കാടപ്പക്ഷി, അവർക്ക് വെള്ളമില്ല. വെള്ളത്തിന് വേണ്ടി ദൈവമായ കർത്താവിന് മുമ്പില് യാചിക്കുന്നു. പാറയിൽ നിന്ന് ജലം, മരുഭൂമിയില് അഗ്നിസ്തംഭത്തിൽ മേഘസ്തംഭത്തിൽ വഴികാട്ടി, പ്രകാശം, തണല്, അങ്ങനെ എല്ലാത്തിനും വേണ്ടി, എന്തിനും ഏതിനും വേണ്ടി ഈ ദൈവസന്നിധിയില് ഓടിച്ചെന്ന് പ്രാർത്ഥിക്കാൻ. അതോടൊപ്പം തന്നെ ഈ മോശയ്ക്ക് A-Z കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു കൊടുക്കുന്നു, എല്ലാം അനുകൂലമാക്കി കൊടുക്കുന്നു. അവന്റെ കൂടെ കർത്താവ് ഉണ്ടെന്ന് എല്ലാവർക്കും ബോധ്യമാകത്തക്ക വിധം കർത്താവ് അവനിലൂടെ പ്രവർത്തിക്കുകയാണ്. ഈ മോശയിലൂടെ ഇസ്രായേൽ ജനത്തിന് 10 കൽപ്പനകൾ, നിയമങ്ങൾ, എങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ആ ജനത്തെ അതുപോലെ നയിക്കാനും നിയന്ത്രിക്കാനും വേണ്ട ജ്ഞാനം, ബുദ്ധി, അറിവ്, വിവേകം, ധൈര്യം, ശക്തി, സംരക്ഷണം, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ എല്ലാം നൽകിക്കൊണ്ട് ഈ മോശയിലൂടെ കർത്താവ് ഇടപെടുകയാണ്. സീനായി മലയില് 40 ദിവസം ദൈവത്തോട് കൂടെ ഇരിക്കുന്ന മോശയെ നമുക്കറിയാം. മടുപ്പില്ലാതെ ദൈവത്തിന്റെ കൂടെ ദൈവകൽപ്പനകൾ എല്ലാം വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങി വരുമ്പോ നമ്മൾ കാണുന്നുണ്ട്, കാളക്കുട്ടീനെ ഉണ്ടാക്കി ഈ ദൈവത്തെ മറന്ന് അഹ്റോനും ഈ ജനവും കാളക്കുട്ടീനെ ആരാധിക്കും. അപ്പൊ ദൈവം പറയാ, ഞാൻ കൈവിട്ടു. അവിടെ നമ്മള് പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം 3-ാം വചനം വായിക്കുന്നുണ്ട്. കർത്താവ് പറയാ, ഞാൻ നിങ്ങളുടെ കൂടെ വന്നില്ല, നിങ്ങൾ പൊയ്ക്കോ. ഞാൻ വന്നാണ്ടല്ലോ ഈ ജനത്തിന്റെ ദുശാഠ്യ നിമിത്തം ഞാൻ അവരെ വഴി വെച്ച് കൊന്നുകളയും. ഞാൻ വന്നില്ല, പൊക്കോ. മോശയ്ക്ക് സഹിക്കാൻ പറ്റുമോ? മോശ അവിടുന്ന് പറയണ, കർത്താവേ നീ വന്നേ പറ്റൂ. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. സമാഗമ കൂടാരത്തില് ഈ മോശ ദൈവത്തോട് മല്ലടിച്ച് പ്രാർത്ഥിക്കുക. അതിനിടയ്ക്ക് ദൈവം പലവട്ടം ശിക്ഷിക്കാൻ പോകുന്നുണ്ട്. അപ്പോഴൊക്കെ ഈ മോശ പറയാ, ദൈവമേ എന്റെ ജനമാണോ, നിന്റെ ജനമല്ലേ, നീ നോക്കണം, നീ കൈവിടരുത്. അങ്ങനെയൊക്കെ ദൈവത്തോട് വാശി പിടിച്ചു. ദൈവത്തോട് പറയാണ്, എന്റെ പേര് വെട്ടിക്കളഞ്ഞോ, ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് വെട്ടിക്കളഞ്ഞോ? മോശയ്ക്കറിയാം കർത്താവ് വെട്ടിക്കളയില്ലെന്ന്. കാരണം അത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നവനാണ് ഞാനെന്ന് മോശയ്ക്കറിയാം. അപ്പൊ ആ മോശയുടെ ആ ഒരു അടിസ്ഥാനത്തില് വാശി പിടിക്കുക. ദൈവം വിട്ടില്ല. പക്ഷെ ദൈവം ആ മോശയുടെ ആ വാശിയും നിർബന്ധവും പ്രാർത്ഥനയും സ്വീകരിച്ച്
ആ ജനത്തെ ശിക്ഷിക്കാതെ വിടുന്ന സംഭവമുണ്ട്. അങ്ങനെ ഇവിടെ ദൈവമായ കർത്താവ് പറയാ, ഞാൻ കൂടെ വരില്ലെന്ന് പറയുമ്പോ മോശ പറയാ, അങ്ങ് വന്നേ പറ്റൂ. അപ്പൊ ദൈവം പറയാണ്, മോശെ, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം, നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു. കണ്ടോ ബന്ധം കണ്ടോ മക്കളെ, എനിക്ക് നിന്നെ അറിയാം മോശെ, നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു. അപ്പൊ മോശ ചാടിക്കറി പറയാണ്, കർത്താവേ, അങ്ങ് പറയുന്നുണ്ട് എന്നെ അങ്ങേക്ക് അറിയാം, പ്രീതി നേടിയിരിക്കുന്നുണ്ടെന്ന്, എന്നിട്ടും എന്താ കൂടെ വരാത്ത? കൂടെ വന്നു. അല്ലാണ്ട് മോശയ്ക്ക് വേറെ ഒന്നുമില്ല. മോശയ്ക്ക് സ്വന്തമായ രക്ഷയോ ദൈവം പ്രീതിപ്പെട്ടോ അതല്ല, ഞങ്ങളുടെ കൂടെ കർത്താവ് വേണം. അതാണ് മോശയുടെ നിർബന്ധം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ എന്ത് കിട്ടിയാലും, സ്വർഗം കിട്ടിയാലും, അല്ലെങ്കിൽ എന്ത് സമ്പത്ത് കിട്ടിയാലും, എന്തെല്ലാം നേട്ടങ്ങൾ കിട്ടിയാലും, ദൈവത്തിന്റെ പ്രീതി കിട്ടിയാലും, മോശയുടെ ആഗ്രഹം എന്താണ്? എന്റെ കൂടെ കർത്താവിന്റെ സാന്നിധ്യം വേണം. ഈ ജനത്തിന്റെ കൂടെ, എന്റെ കുടുംബത്തിന്റെ കൂടെ, എന്റെ മക്കളുടെ കൂടെ കർത്താവേ നിന്റെ സാന്നിധ്യം വേണം. വേറെ ഒന്നും എനിക്ക് വേണ്ട. കർത്താവ് അവിടെ തോക്കാണ്. കർത്താവ് തോക്കല്ല. കർത്താവ് അവിടെ പ്രാർത്ഥന കേട്ട് പറയാ, മോശേ, ഞാൻ തന്നെ നിന്റെ കൂടെ വരും. ആ 33-ാം അധ്യായം വായിച്ചു നോക്കണം, പുറപ്പാട് പുസ്തകം. കർത്താവ് പറയാ, ഞാൻ തന്നെ നിന്റെ കൂടെ വരും. മോശയ്ക്ക് സന്തോഷേ. മോശ പറയാണ്, കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ ഞങ്ങൾ മറ്റുള്ള ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. ഞങ്ങൾ വ്യത്യസ്തരായിരിക്കും. പ്രിയപ്പെട്ട മക്കളെ, ഇത് മറക്കരുത്. കർത്താവിന്റെ സാന്നിധ്യം നമ്മെ വ്യത്യസ്തരാക്കും. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ജോലിയെ, പൗരോഹിത്യത്തെ, ശുശ്രൂഷകളെ, ദാമ്പത്യത്തെ, പഠനത്തെ, മക്കളുടെ സ്വഭാവത്തെ, നമ്മുടെ കുടുംബത്തെ എല്ലാം വ്യത്യസ്തമാക്കും. നമ്മൾ വ്യത്യസ്തരാ. കാരണം കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഈ കർത്താവിനെ ഉറപ്പിച്ചു നിർത്താൻ മോശ ചെയ്തു. മോശയെ ദൈവം വിലമതിച്ചു. ദൈവം അവനെ മാനിച്ചു. ദൈവം അവനിൽ സംപ്രീതനായി. ആ ദൈവം അവന്റെ പ്രാർത്ഥന കേട്ട് ആ ജനത്തിന്റെ കൂടെ ഇതാ വരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മോശയുടെ മാധ്യസ്ഥത്തിന്റെ ശക്തി അവൻ കർത്താവുമായുള്ള ബന്ധത്തിൽ കർത്താവിനെ കൂടെ നിർത്തിയതിൽ നിന്ന് സ്വന്തമാക്കിയെടുത്തപ്പോ അവനിലൂടെ ആ ജനം കാനാനിലേക്ക്, വാഗ്ദത്ത നാട്ടിലേക്ക് മുന്നോട്ട് പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. മോശയുടെ ആ ഒരു സ്വഭാവമൊക്കെ ഈ ദിവസങ്ങളിൽ കണ്ടു. പ്രിയപ്പെട്ടവരെ, അഴപ്പെട്ട മോശയുടെ മാതൃക നമ്മെ കർത്താവിലേക്ക് കൂടുതൽ ചേർത്ത് പിടിക്കട്ടെ. എത്ര വിക്കലും എത്ര കഴിവുകേടും എത്രയോ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊന്നും കർത്താവിനെ സംബന്ധിച്ച് കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമ്മെ ആരെയും ഒന്നിനും തടസ്സപ്പെടുത്താൻ പറ്റില്ല. ഈ വലിയ വിശ്വാസത്തിന് ഉറപ്പോടെ മോശയിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിന് സാന്നിധ്യം ഉറപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദിവ്യകാരുണ്യനാഥ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിൻ സാന്നിധ്യം മതി നാഥ, നിൻ സാന്നിധ്യം മതി. സന്നദ്ധയിൽ നമുക്കായിരിക്കാം, പ്രാർത്ഥിക്കാം. സ്വീകരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ മക്കളെ അങ്ങ് വിളിക്കുമ്പോ അങ്ങയുടെ മക്കൾക്ക് നൽകുന്ന വലിയ അനുഗ്രഹമാണ് അങ്ങയുടെ സാന്നിധ്യം എന്ന് അങ്ങ് ഞങ്ങളോട് പറഞ്ഞു. ഈശോ, ഞങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അങ്ങയുടെ സാന്നിധ്യം. ഈ ലോകത്തിലുള്ള എന്തൊക്കെ ലഭിച്ചാലും, എന്തൊക്കെ നേടിയാലും, ഈ ലോകം മുഴുവൻ നേടിയാലും ഈശോയെ അങ്ങയെ ഞങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അങ്ങ് യുദ്ധം ചെയ്യണം. മോശ അതുപോലെ അങ്ങ് ചേർത്ത് പിടിച്ചപ്പോ കർത്താവേ, മോശയുടെ കൂടെ അങ്ങ് അതിശക്തമായിട്ട് നിന്നു. അങ്ങ് മോശയ്ക്ക് വേണ്ടി, ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്തു. പുറപ്പാട് 14:14 ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങ് തന്നെ യുദ്ധം ഏറ്റെടുത്തു. ആ ജനത്തിന് ശക്തമായ വിജയം നൽകി. മേഘസ്തംഭത്തില്, അഗ്നിസ്തംഭത്തില് ആ ജനത്തിന്റെ കൂടെ നിന്നത് കർത്താവേ മോശയുടെ മധ്യസ്ഥത്തിന്റെ ശക്തിയാണല്ലോ. കർത്താവേ, ജനത്തിനു വേണ്ടി മോശ മധ്യസ്ഥം വഹിച്ചു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അവസ്ഥകൾക്ക് വേണ്ടി, തകർച്ചകള്, രോഗപീഠകള്, വഴിതെറ്റിപ്പോയ മക്കള്, ദാരിദ്ര്യം, കഷ്ടപ്പാട്, തോൽവി, ഒത്തിരി തകർച്ചകള്, പഠനത്തിൽ തോറ്റുപോയ മക്കള്, ജോലിയില്ലാതെ വേദനിക്കുന്ന മക്കള്, വിവാഹം നടക്കാത്ത മക്കള്,
എല്ലാ മേഖലകൾക്കും വേണ്ടി ഞങ്ങൾ അങ്ങേ സന്നദ്ധയില് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു. മോശ അങ്ങനെ മുമ്പില് വാശി പിടിച്ചു, കർത്താവേ ഈ ജനത്തിന് കൂടെ അങ്ങ് വരണം. ഈശോയെ, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്ക്, ഈ അവസ്ഥകളിലേക്കൊക്കെ കർത്താവേ അങ്ങ് വരണം, അങ്ങ് ഇടപെടണം. കർത്താവേ അങ്ങ് ഇടപെട്ടാൽ മോശ പറഞ്ഞില്ലേ, അങ്ങ് ഞങ്ങളുടെ കൂടെ വരുമെങ്കിൽ ഞങ്ങൾ മറ്റുള്ള ജനതകളെക്കാൾ വ്യത്യസ്തരായിരിക്കും. ഞങ്ങൾ വ്യത്യസ്തരാകട്ടെ കർത്താവേ. ഞങ്ങളുടെ കുടുംബങ്ങള്, എന്റെ പൗരോഹിത്യം, ഈ മക്കളുടെ ജീവിതങ്ങള്, ഇവരുടെ ജോലി, ബിസിനസ്, മക്കള് എല്ലാം വ്യത്യസ്തരാകട്ടെ. പഠനത്തില്, ജോലിയില്, ബിസിനസ്സില്, കുടുംബജീവിതത്തില്, എല്ലാ തലങ്ങളിലും, എല്ലാ മേഖലകളിലും കർത്താവേ അങ്ങയാൽ നിറയപ്പെട്ട് ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങളുടെ മക്കളും വ്യത്യസ്തരാകട്ടെ. ദാഹത്തോടെ പ്രാർത്ഥിക്കും മക്കളെ. ഞങ്ങളുടെ മക്കളും കുടുംബങ്ങളും ജീവിതങ്ങളും ഉപജീവന മാർഗങ്ങളും പക്ഷി വളർത്തു മൃഗാദികളും ഞങ്ങളെല്ലാ മേഖലകളും, ജോലി, ബിസിനസ്, കടകള് എല്ലാം കർത്താവേ അങ്ങയുടെ സാന്നിധ്യത്താൽ മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തരാകട്ടെ. ഈശോയെ, നിന്റെ സാന്നിധ്യം എന്നോട് കൂടിരിക്കണം. നിന്റെ ബലമുള്ള ഭുജമെനിക്കു തുണയാകണം. നിന്റെ വചനമെൻ പാദങ്ങൾക്ക് ദീപമാകണം. നിന്റെ ശുദ്ധാത്മാവെന്റെ മേൽ അധികാരം ചെയ്യണം. കർത്താവേ, അങ്ങയുടെ കരബലം പ്രകടമാക്കുക. കർത്താവേ, അങ്ങ് പറഞ്ഞില്ലേ യെശയ്യാ 22:22, ദാവീദ് ഭവന താക്കോൽ അങ്ങയുടെ കയ്യിലുണ്ട്. അങ്ങ് തുറന്നാ പിന്നെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല, അങ്ങ് അടച്ചാ പിന്നെ ആർക്കും തുറക്കാനും പറ്റില്ല. ആ സർവാധിപത്യം, ആ സർവശക്തി ഇപ്പോൾ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലും വീട്ടില്, മണ്ണില്, ജോലിയില്, എല്ലാത്തിലും ഈശോയെ വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രകടമാക്കണമേ. അങ്ങയുടെ സ്വന്തമായ മക്കൾ ഒരുമിച്ച് ഈ ദിവസങ്ങളൊക്കെ വലിയ കൂട്ടായ്മയില് അങ്ങയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥന കേട്ട്, മോശയുടെ പ്രാർത്ഥന കേട്ട് ആ ജനത്തെ അനുഗ്രഹിച്ച പോലെ ഈ പാവപ്പെട്ട മക്കളായി ഞങ്ങളുടെയും പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ അഭിഷിക്തനായി ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇവരുടെ വ്യത്യസ്തങ്ങളായ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം നിറച്ച് ഈ മക്കൾക്ക് വേണ്ടത് അങ്ങ് നൽകണമേ. തനിക്ക് പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ പോലും കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു എന്ന് പറഞ്ഞ കർത്താവേ, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടത് നൽകി അനുഗ്രഹിക്കണമേ. മഹത്വം കർത്താവേ, നിന്റെ മഹത്വത്തിന്റെ സാന്നിധ്യ ശക്തി ഞങ്ങളുടെ മക്കൾ അനുഭവിക്കട്ടെ. മഹത്വത്തിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി എല്ലാ മക്കളും അറിയട്ടെ. കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി കർത്താവ് എല്ലാ മക്കളും അറിയട്ടെ. വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിന് വേണ്ടി നമുക്ക് എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈശ്വരാശീർവാദം സ്വീകരിക്കാം മക്കളെ. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ചിന്തണമേ ദിവ്യവരങ്ങൾ. ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയേ,